السلام عليكم ورحمة الله. الحمد لله وحده والصلاة والسلام على من لا نبي بعده. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നേതാക്കന്മാരെ, കാലത്ത് മുതൽ ആരംഭിച്ച ഈ ഇസ്ലാമിനെ അറിയുക എന്ന ക്യാമ്പയിൻ്റെ ശീതളഛായയിൽ അതിൻ്റെ തണലിലും നിഴലിലും നിലനിർത്തുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം വേണ്ടുവോളം നുകരുകയും ചെയ്ത നിങ്ങളുടെ മുമ്പിൽ ദീർഘമായൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്നെനിക്കറിയാം. ഇസ്ലാമിനെ അറിയുക എന്ന ശീർഷകം ലക്ഷക്കണക്കിന് ദിവസങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചാലും അത് തീരുകയില്ല എന്ന കാര്യം നമുക്കേവർക്കും അറിയാം. അത്രയും വിപുലമാണ് പ്രസ്തുത വിഷയം. ഇസ്ലാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ഏറ്റവും വലിയ ചിന്തകനായ ബർനാഡ് ഷാ പറഞ്ഞു, ഐ ലവ് ഇസ്ലാം ബട്ട് വേർ ഈസ് മുസ്ലിം. ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ മുസ്ലിങ്ങൾ എവിടെ? ആരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ? ഇസ്ലാം എന്ന് പറയുന്ന വസ്തുത ആരെ കണ്ടുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്? ഗ്രന്ഥങ്ങളിലൂടെയാണോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇസ്ലാമിനെ അറിഞ്ഞത് ഗ്രന്ഥങ്ങളിലൂടെയായിരുന്നോ, പ്രഭാഷണങ്ങളിലൂടെയായിരുന്നോ, അതോ മുസ്ലിങ്ങളുടെ ജീവിത രീതിയിലൂടെയായിരുന്നോ? യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ജീവിത രീതിയിലൂടെയാണ് ഇസ്ലാമിനെ അറിയാനുള്ള അവസരം ഉണ്ടാകേണ്ടത്. യൂറോപ്പിലെ സ്വതന്ത്രരായ യുവാക്കളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഫയജിബു അലൈന, നമുക്ക് നിർബന്ധമാണ്, അന്നനാ ലസ്നാ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിം ആയിട്ടില്ല കേട്ടോ എന്ന് പറയണമെന്ന് നിർദ്ദേശിക്കുന്ന പണ്ഡിതന്മാർ ഭൂലോകത്ത് കടന്നുപോയിട്ടുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് അതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചോളം അറിഞ്ഞാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ ഉണ്ടാവണം. ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ശില തൗഹീദാണ്. ഈ ഇസ്ലാം ലോകത്ത് മുസ്ലിങ്ങളുടെ മാത്രം കുത്തകയല്ല. ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനം എന്ന വാക്കാണ് അതിൻ്റെ അർത്ഥം. അത് സമാധാനത്തിൻ്റെ ചിഹ്നമാണ്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും എന്ന് പറയുമ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ ആളുകളല്ല. മുഴുവൻ ഗ്രന്ഥങ്ങളുടെ പശ്ചാത്തലങ്ങളും പരിശോധിച്ചാൽ തൗഹീദി പ്രബോധനമാണ് മുഴുവൻ പ്രവാചകന്മാരും നിർവഹിച്ചത്, മുഴുവൻ പ്രവാചകന്മാരും ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചത്. ആ പ്രവാചകന്മാരും ലോകത്ത് കടന്നുപോയ ബുദ്ധിജീവികളും എല്ലാ ദാർശനിക ചിന്തകന്മാരും ഒക്കെ തന്നെ ഈ ലോകത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടികർത്താവായ റബ്ബിന് മാത്രമേ ആരാധന ചെയ്യാവൂ എന്ന തത്വം പഠിപ്പിച്ചവരാണ്. ഈ ബാഹ്യപ്രപഞ്ചം മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടി ഭൂമിയിൽ മനുഷ്യൻ വരുന്നതിന് മുമ്പ് തന്നെ പടച്ച തമ്പുരാന്റെ അനുഗ്രഹീതമായ അനുഗ്രഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് പടച്ച തമ്പുരാൻ ഒരുക്കി നിർത്തിയതാണ്. ഈ കാരുണ്യത്തിന്റെ ശീതളഛായയിൽ ജീവിക്കുന്ന, ഇതിന്റെ നനവും കനവും അനുഭവിക്കുന്ന മനുഷ്യൻ പടച്ച തമ്പുരാനോട് നന്ദിയുള്ളവനായി ജീവിക്കുക എന്നത് പടച്ച മനുഷ്യരുടെ ബാധ്യതയാണ്. നിങ്ങൾ അള്ളാഹുവിനോടുള്ള നന്ദി നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ലഅസീദന്നക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ പടച്ച തമ്പുരാനോട് നന്ദിപൂർവ്വം ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. വലയിൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ നന്ദി കേടുകൂടിയാണ് ജീവിക്കുന്നെങ്കിൽ പടച്ച തമ്പുരാന്റെ ശിക്ഷ അതിശക്തമാണെന്ന് നിങ്ങൾ ഓർക്കുക. ഈ ആയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ലോകത്ത് നടന്ന മുഴുവൻ സംഭവവികാസങ്ങളെയും നിങ്ങൾ വിലയിരുത്തി നോക്കൂ. അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ പടച്ച തമ്പുരാനോട് ധിക്കാരം കാണിക്കാനുള്ള മനുഷ്യന്റെ ഭാവം അതിശക്തമാണ്. നമുക്ക് സമ്പത്തില്ലാത്ത കാലമുണ്ടായിരുന്നു, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലമുണ്ടായിരുന്നു, കയറിക്കിടക്കാൻ വീടില്ലാത്ത കാലമുണ്ടായിരുന്നു, സഞ്ചരിക്കാൻ വാഹനങ്ങളില്ലാത്ത കാലമുണ്ടായിരുന്നു. എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്
പടച്ച തമ്പുരാനോട് ധിക്കാരം കാണിക്കുന്നവരല്ലേ ഇന്നത്തെ മുസ്ലിങ്ങൾ അല്ലേ? ആരാണ് ലോകത്തിന്റെ സൃഷ്ടികർത്താവായ റബ്ബിനോട് നന്ദി കാണിക്കുന്നവർ? എല്ലാവരും നന്ദികേട് കാണിക്കുന്നു. ലോകത്തൊരു ചെറിയ സംഘം, കൊച്ചു സംഘം ആളുകൾ മാത്രമേ ഏകനായ പടച്ച തമ്പുരാന്റെ ഈ അനുഗ്രഹങ്ങൾക്ക്, ഈ അന്നദാതാവിനോട് കാരുണ്യത്തോടുകൂടി പടച്ചവനോടിന്റെ നന്ദിയുള്ള ദാസന്മാരായി ജീവിക്കണമെന്ന് പറയുന്ന വളരെ തുച്ഛം ആളുകൾ മാത്രമേ ഭൂലോകത്തുണ്ടായിരുന്നുള്ളൂ. അവരായിരുന്നു മുജാഹിദുകൾ. അവരിൽ പോലും വിള്ളൽ സൃഷ്ടിച്ചു ഇതേ വിഷയം തന്നെ. ഏകനായ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ബോധമാണോ ജനങ്ങൾക്ക് ആദ്യമായി നൽകുന്നത്, അതോ വിശക്കുന്ന വയറിന്റെ പ്രശ്നങ്ങളാണോ പരിഹരിക്കേണ്ടത് എന്ന ചോദ്യം മുജാഹിദ് പ്രസ്ഥാനത്തിൽ പോലും ഉണ്ടാകുമ്പോൾ, ലോകത്ത് പടച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളിൽ പോലും ഈ ചിന്ത കടന്നു വന്നു. നമുക്ക് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നമെന്ന കാറൽ മാർക്സിന്റെ ചിന്ത മുസ്ലിം സമൂഹത്തിലെ ദാർശനികന്മാരെന്ന് നാം വിശ്വസിച്ച, ചിന്തകന്മാരെന്ന് നാം ചിന്തിച്ച ആളുകൾക്ക് പോലും ഉണ്ടായപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പോലും വിസ്ഫോടനമുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ അള്ളാഹുവിനെ വേണ്ടി മാത്രം ജീവിക്കണമെന്ന് നാളിതുവരെ ജനങ്ങളോട് പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് പോലും പടച്ചവനോട് അത്ര നന്ദി ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യം ചെറിയ നിലക്കുണ്ടായതിന്റെ ഭാഗമാണ് സഹോദരന്മാരെ പടച്ച തമ്പുരാൻ പറഞ്ഞത്. ഇന്നഅദാബി ലശദീദ്, പടച്ച തമ്പുരാന്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. ഈ ആയത്ത് അല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ആ ആയത്ത് നിങ്ങൾ കഴിഞ്ഞ ഇന്നലകളിലേക്ക് വെച്ച് നോക്കൂ. ഇഹത്തിലും പരത്തിലും പടച്ച തമ്പുരാൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. കരയാൻ കണ്ണുനീരില്ലാത്ത വിധം പടച്ച തമ്പുരാൻ ശിക്ഷിച്ചില്ലേ? വേദനയും യാതനയും സങ്കടവുമൊക്കെ 100% ഉൾക്കൊള്ളുന്ന വിധം റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചില്ലേ? വല്ലാഹു ശദീദുൽ ഇഖാബ് എന്ന് മനസ്സിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടി ഓതി നോക്കൂ. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണോ നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, തൗഹീദിൽ നിന്നുള്ള വ്യതിയാനം പടച്ച തമ്പുരാൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഈ ലോകം, ഈ ആകാശം മുസ്ലിങ്ങളുടേതല്ല, ഈ ഭൂമി മുസ്ലിങ്ങളുടേതല്ല, ഈ കാണുന്ന വായു മുസ്ലിങ്ങളുടേതല്ല, ഈ സൗകര്യങ്ങളൊന്നും മുസ്ലിങ്ങളുടേതല്ല, മനുഷ്യരുടേതാണ്. മനുഷ്യർ ഈ ലോകത്തില്ല എങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്ക് സുഖമായിരിക്കും. പക്ഷേ മറ്റ് ജീവജാലങ്ങളില്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം ദുസ്സഹമായിരിക്കും. മറ്റ് ജീവജാലങ്ങളൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാ, നമ്മൾ അവർക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. മറ്റുള്ള ജീവജാലങ്ങൾക്ക് നമ്മളില്ലെങ്കിൽ സുഖാണ്. എല്ലായിടത്തും പൊക്കുന്നുമലും മാങ്കാവിലും ഒക്കെ നടക്കാം. പക്ഷേ നമ്മൾ ഉണ്ടായതിനെ കൊണ്ട് മാങ്കാവിലൊന്നും വരാൻ പറ്റില്ല. നേരെ മറിച്ച് അവരുണ്ടായത് കൊണ്ട് ഇവിടുത്തെ ഏറ്റവും ടണ്ണ് കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡ് തള്ളിവിടുന്ന ഈ ഭൂലോകം സെക്കൻഡ് കൊണ്ട് പടച്ച തമ്പുരാൻ ഫിൽട്ടർ ചെയ്ത് മനോഹരമായി ശ്വസിക്കുവാനുള്ള ശുദ്ധവായു ഒരുക്കി തന്ന ഈ പ്രപഞ്ചത്തിന്റെ ഫിൽട്രേഷൻ, അതിന്റെ വ്യവസ്ഥ അതൊരുക്കി തന്ന പടച്ച തമ്പുരാനോട് കാരുണ്യപൂർവ്വമുള്ള, നന്ദിപൂർവ്വമുള്ള ഒരു സമീപനം മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തുണ്ടാവേണ്ടതില്ലേ? മനുഷ്യന്റെ ഭാഗത്തുണ്ടാവേണ്ടതില്ലേ? മനുഷ്യ ദൈവങ്ങൾ ചേക്കേറി നടക്കുന്ന ലോകത്ത് പടച്ച തമ്പുരാന്റെ ശിക്ഷ കഠിനമാണെന്ന് പറയുമ്പോൾ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിന്റെ ശിക്ഷ കഠിനമാണെന്ന് ഓർക്കുക. ആ സൃഷ്ടികർത്താവായ റബ്ബിനോട് നന്ദി കാണിക്കുന്ന ആളുകൾ ഭൂലോകത്തില്ലാതെ വന്നാൽ പടച്ച തമ്പുരാൻ ലോകം അവസാനിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനെ നിങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, സുഫിയാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, നബിയെ എനിക്ക് നിങ്ങൾ ഇസ്ലാം എന്താണെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞു തരണം. ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, നിങ്ങളല്ലാത്ത ഒരാളോട് ഇസ്ലാം എന്താണെന്ന് ഞാൻ ഇനി ചോദിക്കേണ്ടതില്ലാത്ത വിധം സംക്ഷിപ്തമായി അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ഇസ്ലാം എന്ന് എനിക്ക് പറഞ്ഞു തരണം. റസൂലുള്ളാഹി പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് തൗഹീദ് ഉൾക്കൊള്ളുകയും സുമ്മസ്തഖിം, പിന്നെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണ ഘട്ടങ്ങളിൽ പടച്ച തമ്പുരാനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക, അതാണ് ഇസ്ലാം. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ ഏകനായ പടച്ച തമ്പുരാനെ നിങ്ങൾ ഉൾക്കൊള്ളുക. ആ പടച്ച തമ്പുരാൻ നിങ്ങൾ ഉൾക്കൊണ്ട വിശ്വാസം ശരിയായിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ പിടിച്ചു നിൽക്കുക. അങ്ങനെ നിങ്ങൾ പിടിച്ചു നിന്നാൽ നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാ